അപകട ഭീഷണി ഉയർത്തിയ ഫറൂഖ് 8-4 ഉണങ്ങിയ മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റി. കോഴിക്കോട് വിഷൻ നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ഉണങ്ങിയ മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റണമെന്ന് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടായ്മയും ആവശ്യപ്പെട്ടിരുന്നു. ദേശീയപാതയിൽ 8-4 ബസ് സ്റ്റോപ്പിന് മുമ്പിലെ തണൽ മരത്തിന്റെ ഉണങ്ങിയ കൊമ്പുകളാണ് മുറിച്ചു മാറ്റിയത്. കോഴിക്കോട് വിഷൻ നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി സ്വീകരിച്ചത്. ഫറൂഖ് മുനിസിപ്പൽ ചെയർമാനും കൗൺസിലർമാരും സ്ഥലത്തെത്തി PWD അധികൃതരുമായി ചർച്ച നടത്തി ഉടൻ തന്നെ പരിഹാരം കാണുകയായിരുന്നു. 8-4 ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടായ്മയുടെ ശക്തമായ ഇടപെടലും 12ാം ഡിവിഷൻ കൗൺസിലർ അൻവർ അലിയുടെ സംയോജിതമായ ഇടപെടലും വലിയൊരു അപകടം ഒഴിവാക്കുന്നതിനായി സഹായിച്ചു. ഇപ്പോൾ 4 ദിവസമായി ഇത് വളരെ പ്രയാസത്തിലായിരുന്നു. ഇവിടെ ഓട്ടോറിക്ഷ കൂട്ടായ്മ ആണ് ഇങ്ങനൊരു വിഷയം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 2 ദിവസം മുന്നേ ഇതിലെ ഒരു ബൈക്ക് യാത്രക്കാരൻ തലനീരായാണ് രക്ഷപ്പെട്ടത്. മരം കൊമ്പ് ചില്ല് താഴേക്ക് വീണത് കൊണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ആരോഗ്യ വിഭാഗം, നഗരസഭ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുകയും PWDൻ്റെ അധീനയിലുള്ള സ്ഥലമായതുകൊണ്ട് PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ ഫറൂഖ് നഗരസഭ ചെയർമാന് അതുപോലെ തന്നെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നടപടി സ്വീകരിക്കുകയുമുണ്ടായി. ഇന്ന് രാവിലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ജീവനക്കാരും വന്ന് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാകുമ്പോൾ ഉച്ചയാകുമ്പോൾ തന്നെ പണി പൂർത്തിയായി. ബസ് സ്റ്റോപ്പിന് മുമ്പിലെ സീബ്ര ലൈനിലൂടെ കടന്നുപോകുന്ന കാൽനട യാത്രക്കാർക്കും ഇത് ഏറെ ഭീഷണിയായിരുന്നു. ഏത് നിമിഷവും മരക്കൊമ്പുകൾ തലയിൽ വീഴുമെന്ന ഭയത്തിലായിരുന്നു യാത്രക്കാർ ഇതുവഴിയെ കടന്നുപോയിരുന്നത്. കൂടാതെ സ്കൂൾ തുറന്നാൽ തൊട്ടടുത്തുള്ള ഗാദിസിയ സ്കൂളിലെ കുട്ടികൾ റോഡ് കടന്നു പോകുന്നതും ഇതുവഴിയായിരുന്നു. ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരം കണ്ടത്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.